ഉത്തർപ്രദേശിൽ ഹിന്ദുക്കളെ മതപരിവർത്തനത്തിന് ഇരയാക്കിയ 3 പേരെ അറസ്റ്റ് ചെയ്തു. 6000 രൂപ വാഗ്ദാനം ചെയ്താണ് ഇവരെ മതപരിവർത്തനത്തിന് ഇരയാക്കിയത്. 10 വർഷമായി തന്നെ ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇതോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റാം ഭാരോസ് എന്ന വ്യക്തിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കണ്ടെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ഇതിനു മുൻപും ഇത്തരത്തിൽ നിരവധി മതപരിവർത്തന കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കാൺപൂർ ദോഹയത്തിൽ അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഈ ഒരു കേസ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ മതം മാറിയ ആളുകളുടെ എണ്ണം ഇപ്പോഴും വ്യക്തമല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംഘടനയുമായി ബന്ധപ്പെട്ടവരിൽ ഭൂരിഭാഗവും ആദ്യം ഹിന്ദുക്കളായിരുന്നു. പിന്നീട് ഇവർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. സ്രോതസ്സുകൾ പ്രകാരം ആയിരക്കണക്കിന് ആളുകൾ മതം മാറിയിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മതം മാറ്റാൻ പ്രലോഭിപ്പിക്കുന്ന സംഘത്തെ പോലീസ് പിടികൂടുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാൺപൂർ ദോഹത്ത് ജില്ലയിലെ അക്പൂർ എന്ന പ്രദേശത്ത് നിന്നാണ് മതപരിവർത്തനം സംബന്ധിച്ച് കേസുകൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവർ ദരിദ്രരായ കുടുംബങ്ങളിലെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മതപരിവർത്തനത്തിനായി തന്നെ ഇവർ ഇരയാക്കുന്നത്. അതേപോലെ തന്നെ നവകാന്തി സൊസൈറ്റി എന്ന സംഘടന വർഷങ്ങളായി തന്നെ ദാരിദ്ര്യത്തെയും അല്ലെങ്കിൽ നിരാലംബരായ ദളിതരെയും ക്രിസ്തു മതത്തിലേക്ക് അവിടെ മതപരിവർത്തനം ചെയ്യാൻ ആസൂത്രിതമായി തന്നെ പ്രോത്സാഹിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല റാം ഭരോസിന്റെ പരാതിയിൽ തുടക്കത്തിൽ വലിയ രീതിയിൽ തയ്യൽ മെഷീൻ, ബ്യൂട്ടി പാർലറുകൾ, അതേപോലെ തന്നെ ബാർബർ കട്ടിംഗ്, മറ്റ് വൈദ്യ പരിശീലനം എല്ലാം തന്നെ ഇവയുടെ മറവിൽ സംഘടന ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു. മീറ്റിങ്ങുകൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ അവിടെ വീട്ടുപകരണങ്ങൾ, തൊഴിലവസരങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരെ വശീകരിച്ചുകൊണ്ട് തന്നെ മതപരിവർത്തനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. മറ്റുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നവർക്കെതിരെ പ്രതിമാസം 6000 രൂപ വേതനമായി തന്നെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ക്രമേണ തന്നെ ഈ യോഗങ്ങളുടെ സ്വഭാവം മാറാൻ തുടങ്ങുകയും തുടക്കത്തിൽ യോഗത്തിൽ പൊതുവായ സംഭാഷണങ്ങൾ വരുന്നതിന് പകരമായി തന്നെ തുടർന്ന് ബൈബിൾ പാരായണം, അതുപോലെ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ, മതപരിവർത്തന പ്രതിജ്ഞകൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നതായും ഇരകളുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ചില യോഗങ്ങളിലാകട്ടെ വെളുത്ത പാന്റും ഷർട്ടും ധരിച്ചുകൊണ്ട് വിദേശ പൗരന്മാർ പങ്കെടുത്തത് മുഴുവൻ ശൃംഖലയെയും കുറിച്ചുള്ള സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരയുടെ കുടുംബം പറയുന്നതനുസരിച്ച് ഈ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും മതം മാറാൻ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ ഇരട്ടി പണവും പിന്നീട് കൊല്ലുമെന്ന് പോലും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭയവും സമ്മർദ്ദവും മൂലം അവിടെ നിരാശരായ അവർ ആകട്ടെ ഒടുവിൽ പോലീസിനെ സമീപിക്കുകയാണ് ഉണ്ടായത്. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വേഗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് 4 വ്യക്തികൾക്കെതിരെ ഇവിടെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് മറ്റ് 4 പേർക്കെതിരെ അല്ലെങ്കിൽ ബാക്കി ഇതിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്കെതിരെയും ഇപ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. മാത്രമല്ല അറസ്റ്റ് ചെയ്തവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. നിലവിൽ പോലീസ് മുഴുവൻ ശൃംഖലയെയും കുറിച്ചുള്ള അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.